ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് RJ Jerry ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വൈ ഐ ആം ഹിയർ ഓൺ ദിസ് ഡേ. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി കാരണമാണ് ഞാനിന്ന് ലൗഡ് സ്പീക്കറിൽ എത്തിയിട്ടുള്ളത്. ഞാനെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് RJ Jerry. സോ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി ടുഡേ ഈസ് വേൾഡ് ഡെങ്കു ഡേ. ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേർക്ക് മരണത്തിന് കാരണമാകുന്ന ഒരു വൈറസാണ് ഡെങ്കു വൈറസ്. ഏതാണ്ട് 5000-ഓളം മരണങ്ങളാണ് പ്രതിവർഷം ഇന്ത്യയിൽ നടക്കുന്നത്. ഒരുപാട് പേർക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കും ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്കും ഒക്കെ പോകുന്നൊരു വൈറസാണ് ഡെങ്കു ഫീവർ. ഈഡിസ് മോസ്കിറ്റോസ് ആണ് ഡെങ്കു ഫീവർ പരത്തുന്നത്. ഡെങ്കു ഫീവറിന്റെ കാര്യം പറയുമ്പോൾ ഡെങ്കു വൈറസ് തന്നെ 4 തരത്തിലുണ്ട്. പലതിനും പലതാണ് ഫെയ്റ്റാലിറ്റി റേറ്റ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ റേറ്റ്. എന്താണ് ഡെങ്കു വൈറസ്? എങ്ങനെയാണ് ഡെങ്കു വൈറസ്? എന്താണ് ഇതിന്റെ സിംറ്റംസ്? എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? എന്താണ് പ്രിക്കോഷൻസ്? ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥിയും ചേരുന്നുണ്ട്. ഡോക്ടർ R. സന്ധ്യ, ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റ് ആണ് മാം. മാമിനോടൊക്കെ സംസാരിക്കാം, ഡെങ്കുവിനെ കുറിച്ച് കൂടുതലായി അറിയാം. മാം, വെൽക്കം ടു ദ ഷോ. വെൽക്കം, താങ്ക് യു. ഓക്കെ മാം, മൈ ഇനീഷ്യൽ ക്വസ്റ്റ്യൻ സാധാരണ എല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യമായിരിക്കും. പറഞ്ഞോളൂ. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ഡെങ്കു ഫീവർ? എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ള സിംറ്റംസ്? എന്തൊക്കെയാണ് നമ്മളൊന്ന് നോക്കേണ്ടത്? ഡെങ്കിപ്പനി സാധാരണയായി കാണുമ്പം ആദ്യമായി കിട്ടുന്ന ആൾക്കാരില്, കാരണം ഇതൊരു 4 തരം വൈറസ് മൂലമാണ് ഉണ്ടാവുന്നത്. ഡെൻ 1, ഡെൻ 2, ഡെൻ 3, ഡെൻ 4. അപ്പൊ ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതൊരു സാധാരണ പനി പോലെ പലപ്പോഴും വന്നു പോകാം. അപ്പം പൊതുവിൽ സാധാരണ പനി പോലെ വരുമ്പം പനി കാണും, ദേഹം വേദന, മാംസപേശികളിൽ വേദന, സന്ധികളിൽ വേദന, കണ്ണിന് പുറകിൽ വേദന, പിന്നെ ചുമന്ന് തടിച്ച പാടുകൾ പോലെ മുഖത്ത് തുടങ്ങി താഴോട്ട് ശരീരത്തിൽ മെയിൻലി ട്രങ്ക്, നമ്മുടെ നെഞ്ചത്ത് കൈകാലുകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് പോലുള്ളൊരു സാഹചര്യം നമുക്ക് കാണാം. അത് കഴിഞ്ഞ് സാധാരണ രീതിയിൽ ഇതൊരു പക്ഷേ ഈ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് സുഖമായി പോകും. സാധാരണ പനിയിലുള്ളതുപോലെ ഓക്കാനവും ഛർദിയും മറ്റ് ലക്ഷണങ്ങളും ക്ഷീണവും ഇതിന്റെ കൂടെ ഉണ്ടാകാം. എന്നാൽ ഇത് നേരിട്ട് വന്നിട്ടുള്ളവരിലോ പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരിലോ ഒരു പക്ഷേ ഇത് കടുത്ത സ്വഭാവത്തിലേക്ക് വരാം. അപ്പോഴാണ്, കാരണം ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകത നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഘടകം കുറയുന്നത് കൊണ്ട് തന്നെ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതിന്റെ ഒരു കടുത്ത അവസ്ഥയിലാണ് നമുക്ക് ത്വക്കുകളിൽ ബ്ലീഡിംഗ് ആയിട്ട് കാണാം, മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാം, സ്ത്രീകൾക്ക് ഗർഭാശയത്തിൽ നിന്നുണ്ടാകാം, മോഷനിലൂടെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഛർദ്ദിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂക്കിൽ കൂടെയോ ഒക്കെ അങ്ങനെ പല രീതിയിൽ രക്തസ്രാവം ഉണ്ടാകും. അതിന് നമ്മൾ ഡെങ്കു ഹെമറാജിക് ഫീവർ എന്ന് പറയും. ഇതിന്റെ മറ്റൊരു കടുത്ത ഭേദത്തിലാണ് ഡെങ്കു ഷോക്കിലേക്ക് പോകുന്നത്. BP കുറഞ്ഞിട്ട് ആൾക്കാരിൽ ഇത് കടുത്ത സ്വഭാവത്തിൽ വരികയും ഹൃദയമിടിപ്പിന് കൂടുകയും BP കുറയുകയും ദേഹമെല്ലാം തണുത്തു വിറച്ച് ഒരു പക്ഷേ അത് മറ്റ് അവയവങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ഓക്കെ, അപ്പം വളരെ ലക്ഷണങ്ങൾ പൊതുവെ ഉള്ള ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ സാധാരണയായിട്ട് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ പനിയായിട്ടൊക്കെ വന്നു പോകാം. യെസ്. സോ മാം, നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ സിംറ്റംസ് എന്നൊക്കെ. എൻ്റെ അടുത്ത ചോദ്യം ഇസ്, ഹൗ ഇസ് ഡെങ്കു ഡയഗ്നോസ്ഡ്? അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്താണ്? പരിശോധനാ സംവിധാനം, പല രീതിയിലുള്ള പരിശോധനാ സംവിധാനമുണ്ട്. ആദ്യത്തെ 5 മുതൽ 6 ദിവസം വരെ നമുക്ക് NS1 ആന്റിജൻ ആയിരിക്കും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് IgM ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് പലയിടത്തും കാർഡ് ടെസ്റ്റുകൾ തന്നെ ഇതിന്റെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ കാർഡ് ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 മുതൽ 20 മിനിറ്റിനകത്ത് നമുക്ക് റീഡിംഗ് കിട്ടും. പോസിറ്റീവ് ആണെങ്കിൽ 2 വര തെളിയുകയും ആ കാർഡിലൂടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും സ്ഥിരീകരണം അഥവാ കൺഫർമേഷൻ നമ്മൾ ചെയ്യുന്നത് എലൈസ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യും. അത് ഇതിന് പ്രത്യേക അംഗീകാരമുള്ള ലാബുകളിൽ കൊല്ലത്ത് നമുക്ക് നമ്മുടെ മേജർ ആശുപത്രികളിലെല്ലാം ഉണ്ട്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ, ജില്ലാ പബ്ലിക് ഹെൽത്ത് ലാബ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഈ സംവിധാനമുണ്ട്. അപ്പം കൺഫർമേഷൻ നമ്മൾ ചെയ്യുന്നത് ഈ എലൈസ ടെസ്റ്റിലേക്ക് വിടുകയും അപ്പൊ IgM ആന്റിബോഡി കാണുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് കൂടാതെ മുൻപ് അസുഖം വന്നതാണ്, എന്നാൽ ഇപ്പൊ ഒരു സാധാരണ പനിയായിട്ട് വരുമ്പോഴേ നമുക്ക് ഡെങ്കി ആണോ എന്ന് സംശയം തോന്നിയാണെങ്കിൽ ഇവരുടെ IgG ആന്റിബോഡി ആയിരിക്കും ഇവരുടെ പോസിറ്റീവ്. അപ്പൊ അതിന്റെ അർത്ഥം ഇവർക്ക് നേരത്തെ ഡെങ്കി വന്നതാണ്, ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു സാധാരണ പനിയാണെന്നുള്ളതാണ്. അപ്പൊ കൺഫർമേഷന് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കാർഡ് ടെസ്റ്റും ഉണ്ട്. കാർഡ് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ട് കൺഫർമേഷനായി നമ്മൾ എലൈസ ടെസ്റ്റിലാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. എന്തൊക്കെയാണ് നമുക്ക് ഡെങ്കു ഫീവറിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇപ്പോൾ നിലവിലുള്ളത്?
സാധാരണ ഡെങ്കി ഫീവർ വരുമ്പം നമുക്ക് ആദ്യം വരുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് നമ്മളുടെ പനി, ജലദോഷം, ചുമ, കണ്ണിന് പുറകിൽ വേദന, മാംസപേശികളിൽ വേദന തുടങ്ങിയ ലക്ഷണങ്ങളോടൊപ്പം തന്നെ നമുക്ക് ബ്ലഡ് കൗണ്ടിൽ ചില വ്യത്യാസങ്ങൾ വരും. അതിൽ പ്രധാനമായിട്ടുള്ളത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നുള്ളതാണ്. അപ്പൊ അത് 1 ലക്ഷത്തിൽ താഴെ പോവുകയും നമ്മൾ ഒരു 1 ലക്ഷത്തിൽ താഴെയൊക്കെ പോകുമ്പോൾ നമ്മൾ ജാഗ്രതയോട് കൂടി ഇരിക്കേണ്ട ഒരു സമയമാണ്. ഇതോടൊപ്പം തന്നെ ഹിമറ്റോക്രിറ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൂടി വരുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ ഉണ്ടാകാം. കൂടാതെ നമ്മളെ വെളുത്ത കോശങ്ങളുടെ കണക്ക് WBC കൗണ്ട് എന്ന് പറയും, അത് നമുക്കൊരു 5000 ഒക്കെ പോവുകയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം നമ്മൾ പ്രാരംഭ ദിശയിൽ കാണുമ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി റെസ്റ്റ് എടുത്ത് പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ്സ് എടുക്കാൻ പറയും. ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് നല്ല റെസ്റ്റ് എടുക്കുക. ഒപ്പം നമ്മൾ അപായ സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാൻ പറയും. അപായ സൂചനകൾ എന്ന് പറയുമ്പം വീട്ടിലിരിക്കുന്ന ഒരു വിട്ടിട്ട് നമ്മൾ ഒന്നിരാടം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കാൻ വെക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ക്ഷീണം വരിക, വയറിന് വേദന അനുഭവപ്പെടുക, ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ ബ്ലീഡിംഗ് ഉണ്ടാവുക, മാസക്കുളിയുള്ള സ്ത്രീകളിലാണ് മാസക്കുളി കൂടുതൽ പോവുക, അല്ലെങ്കിൽ മോഷനിൽ കൂടെ ബ്ലഡ് പോവുകയോ, ഏതെങ്കിലും ഭാഗത്ത് ബ്ലീഡിംഗ് ഉണ്ടാവുകയോ, നമുക്ക് അസ്വസ്ഥത, റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവരോട് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പറയാറുണ്ട്. അതല്ല നമുക്ക് ബ്ലീഡിങ്ങും മറ്റും ആണെങ്കിൽ നമ്മൾ ശരിക്കും ഹോസ്പിറ്റലൈസ് ചെയ്ത് തന്നെ നമ്മൾ നോക്കണം. കാരണം പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന്റെ തോതും ഹിമറ്റോക്രിറ്റ് വാല്യൂം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അത് ആവശ്യമെന്ന് കണ്ടാൽ 10,000-ൽ താഴെ പോവുകയാണെങ്കിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. ഷോക്കിൽ പോകുന്ന ആൾക്കാർക്കും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. മാം, ഇനി എന്റെ അടുത്ത ചോദ്യം, അത് എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ വലിയൊരു ഡൗട്ടായിട്ടുള്ള ചോദ്യമായിരിക്കും. ഹൗ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഡെങ്കു ഫീവർ ഫ്രം അതർ ഇൽനെസ്സസ്? നമുക്ക് സാധാരണ വരുന്നൊരു വൈറൽ ഫീവറിനോ അല്ലെങ്കിൽ വേറൊരു വൈറൽ ഫീവറിനെ പറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൗ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദിസ് ഇസ് ഡെങ്കു ഫീവർ അറ്റ് ഹോം? നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ഇത് ഡെങ്കു ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും? ഇതില് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കൊതുകുജന്യ രോഗമാണല്ലോ. അപ്പം നമുക്ക് വിട്ടുവിട്ടുള്ള മഴ വരുന്ന സമയത്തും അല്ലെങ്കിൽ അതികഠിന വേനൽ സമയത്ത് പലയിടത്തും വെള്ളം ശേഖരിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും പാചകം ചെയ്യുന്നതൊക്കെ അടച്ചു വെക്കും, അല്ലാത്തുള്ള വെള്ളം തുറന്നു വെക്കും. അപ്പൊ കൊതുക് ബ്രീഡ് ചെയ്യുന്നത് ഈ വെള്ളത്തിലാണ്. ഇപ്പൊ കൊതുകിന്റെ സാന്ദ്രത കൂടിയുള്ള ഒരു സമയവും ഈ സീസണൽ ആയിട്ട് ഈ മഴ അടുപ്പിച്ചു വരുന്ന അസുഖങ്ങളിൽ ഒന്നായി നമ്മുടെ ഡെങ്കിപ്പനി മാറിയിരിക്കുകയാണ് ഇപ്പം. അപ്പൊ ഈ ഡെങ്കി ഫീവറിന്റെ പൊതുവിലുള്ള ലക്ഷണങ്ങള് പനി, അതില് ആദ്യം ഒരു 2 ദിവസം ടെമ്പറേച്ചർ ഒരു 39-40 ഡിഗ്രി സെൽഷ്യസ് വരെ പോവും. പിന്നെ അത് കഴിഞ്ഞ് 2-3 ഡേയ്സ് 2 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ 2 ഡേയ്സിലേക്ക് കുറയും. അത് കഴിഞ്ഞ് ആഫ്റ്റർ 2 ഡേയ്സ് അത് വീണ്ടും ടെമ്പറേച്ചർ വരുന്ന പോലത്തെ ഒരു രീതി അതിന് കാണാം. പിന്നെ കണ്ണിന് പുറകിൽ വേദന, സന്ധികളിൽ വേദന, മാംസപേശികളിൽ വേദന, ചിലപ്പോൾ വയറിന് വേദന, ഓക്കാനം, ആ സിംറ്റംസ് കാണും. ദേഹത്ത് റാഷസ് പോലെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുകയും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ഡൗട്ട്ഫുൾ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ സെൽഫ് ട്രീറ്റ്മെന്റ് ഒഴിവാക്കണം. കാരണം ഹോസ്പിറ്റലിൽ പോകണം. ഇതിന് പ്രധാനമായും നോക്കേണ്ടത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളാണ്. അപ്പൊ ഈ ബ്ലഡ് ടെസ്റ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടോട്ടൽ കൗണ്ട് കുറഞ്ഞിരിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഐദർ ഒരു കാർഡ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എലൈസ ടെസ്റ്റ് വഴി ഇത് ഡെങ്കി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ രക്തപരിശോധനയിലൂടെ മനസ്സിലാക്കണം. ഒന്ന്, കാലാവസ്ഥയിൽ കൊതുകിന്റെ സാന്ദ്രത കൂടുതലായിട്ട്, കാലാവസ്ഥയിലെ വ്യതിയാനം കൊതുകിന്റെ സാന്ദ്രത കൂടുതലായിട്ട് കാണുന്നത്, അതോടൊപ്പം തന്നെ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ സാധ്യത ഒരു ഡെങ്കിയാണ്, ഡെങ്കി ഫീവർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനോടൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് കൂടെ ചെയ്ത് നമ്മളത് സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ മാം, നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൊസൈറ്റിയിൽ ഡെങ്കി ഫീവർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പലരും പല പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട്. ലൈക്ക് പപ്പായ ലീവ്സ് ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അതൊക്കെ കൗണ്ട് കൂട്ടാനായിട്ടൊക്കെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിലൊക്കെ എത്രത്തോളം ശരിയുണ്ട്? അത് പൊതുവില് നമ്മള് ഇതിന് റെസ്റ്റ്, പ്ലെന്റി ഓഫ് ഓറൽ ഫ്ലൂയിഡ്സും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ പറയും. പപ്പായയുടെ ഇതില് ലീഫ്, മാതളം, അങ്ങനെ കുറെ ഫ്രൂട്ട്സ് അതിനെ കുറച്ചൊരു ആന്റിബോഡി, ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അത് സപ്പോർട്ടീവ് ആണെന്നതേ ഉള്ളൂ. പക്ഷെ നമ്മള് റെസ്റ്റും ഈ പറഞ്ഞതുപോലെ പനി വന്നു കഴിഞ്ഞാല് ഏറ്റവും പ്രധാനം
പാരസെറ്റമോൾ അല്ലാണ്ട് പനി കുറയ്ക്കാനായിട്ട് ആസ്പിരിനോ അല്ലെങ്കിൽ മറ്റ് വേദന സംഹാരികളോ കഴിക്കാൻ പാടില്ല. കാരണം ഇത് ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഈ അസുഖത്തിനുള്ളത് കൊണ്ട് ഇത് കഴിക്കുമ്പം നമുക്ക് ആ ഒരു ബ്ലീഡിങ് ടെൻഡൻസി പെട്ടെന്ന് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അൺനെസസറി ആയിട്ടുള്ള മെഡിസിൻസ് അല്ലാത്തതുള്ളത് കഴിക്കരുത്. ഒരു ഡോക്ടർ പറയുന്നത് പോലെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പ്രധാനമായും അതിൽ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പം മാം പറഞ്ഞു നിർത്തിയ ഒരു കാര്യം സെൽഫ് മെഡിക്കേഷൻ ആണ്. ആസ്പിരിൻ കഴിക്കരുത്, പാരസെറ്റമോൾ കഴിക്കരുത് എന്നിപ്പോൾ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ മോസ്റ്റ്ലി 90% ഓഫ് മലയാളീസ് ആയിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ, ഞാനടക്കമുള്ള മലയാളികൾ എന്തായാലും പനി വന്നു കഴിഞ്ഞാൽ ഒരു സിട്രസിൻ കഴിക്കും, അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിക്കും. ഇതെന്തുകൊണ്ടാണ് കഴിക്കരുത് എന്ന് മാം പറയുന്നത്? പാരസെറ്റമോൾ കഴിക്കരുതെന്നല്ല, പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കാം, മറ്റു വേദന സംഹാരികൾ. കാരണം പനിയും ദേഹം വേദനയും കാണുമ്പോൾ പലരും ബ്രൂഫനോ ബ്രൂഫൻ അതുപോലുള്ള അനാൽജസിക്സ് കഴിക്കാം, വേദന സംഹാരികൾ കഴിക്കാൻ സാധ്യതയുണ്ട്. ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേകത പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും, ഒരു ബ്ലീഡിംഗ് ടെൻഡൻസി ഉള്ളൊരു ഉണ്ടാവാൻ സാധ്യതയുള്ള, രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖമായതിനാൽ മറ്റ് വേദന സംഹാരികൾ കഴിക്കുമ്പം അത് എന്ന് വെച്ചാൽ ആസ്പിരിൻ പോലുള്ള ഗുളികകളൊക്കെ കഴിക്കുമ്പം അത് ആക്കം കൂട്ടും. അതുകൊണ്ട് പാരസെറ്റമോൾ കഴിക്കാം, മറ്റ് വേദന സംഹാരികൾ നമ്മൾ കഴിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ ജാഗ്രതയോടെ കാണേണ്ടത് എപ്പോഴും കൊച്ചുകുട്ടികളിലോ പ്രായമായവരിലോ മറ്റ് അസുഖത്തിന് ചികിത്സ എടുക്കുന്നവർ, ഉദാഹരണത്തിന് ക്യാൻസർ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതോ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് സ്റ്റീറോയിഡിലിരിക്കുന്ന ആൾക്കാര്, ഗർഭിണികള്, അല്ലെ മാസക്കുളിയുള്ള സ്ത്രീകളില്, അതല്ലെങ്കിൽ സന്ധിവേദനയോ മറ്റു കംപ്ലൈൻസിനെ നമ്മൾ നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയാം, അങ്ങനെയൊക്കെ ഉള്ള ഗുളികകൾ കഴിക്കുന്നവര് ഈ അസുഖം വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് കുറച്ചുകൂടെ കഠിന സ്വഭാവത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ നല്ല ജാഗ്രതയോടെ തന്നെ ഇരിക്കണം. ഹോസ്പിറ്റലിൽ പോയി അഥവാ കിടന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. യെസ്, അപ്പോൾ എനിക്കിനി അടുത്തത് അറിയേണ്ടത് ഇപ്പോൾ നമുക്ക് നമ്മളുടെ ആരോഗ്യമന്ത്രി തന്നെ ഒരു അറിയിപ്പ് തന്നിട്ടുണ്ട്. ഡെങ്കി ഫീവർ അതുപോലെ തന്നെ കൊതുകുജന്യ രോഗങ്ങൾക്ക് ഒരു മുൻകരുതൽ എടുക്കണം. ഇപ്പോൾ മഴക്കാലമൊക്കെ വരാൻ പോവുകയാണ്. ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമുക്ക് ഡെങ്കി ഫീവറിനെതിരെ എടുക്കേണ്ടത്? നമുക്ക് ഡെങ്കി ഫീവർ ഒരു കൊതുകുജന്യ രോഗമാണെന്ന് പറഞ്ഞല്ലോ. അത് പ്രധാനമായും ഈഡിസ് ഈജിപ്റ്റി കൂടാതെ ഈഡിസ് ആൽബോപിക്ടസ് ഈ കൊതുകാണ് ഇത് കൂടുതലായിട്ടും അസുഖം പരത്തുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകാണ്. ഇപ്പൊ ഈഡിസ് ഈജിപ്റ്റി ആണെങ്കിലും കൂടുതലും വീടിനകത്താണ് അതിനെ കാണുന്നത്. ഡേ ബൈറ്റർ ആണ്, രാവിലെയാണ് ഇത് കടിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നെർവസ് ബൈറ്റർ എന്ന് നമ്മൾ പറയും. കാരണം ഒറ്റ കടിയിൽ ഇതിന് ആവശ്യത്തിനുള്ള ബ്ലഡ് എടുക്കില്ല. അപ്പൊ ഇത് പല 400 മീറ്ററോളം അത് പറക്കും. ആ ചുറ്റാവട്ടത്തുള്ള അതിന് ബ്ലഡ് കിട്ടാവുന്നിടത്തെല്ലാം പലരെ ബൈറ്റ് ചെയ്യും. അപ്പോഴാണ് ഇൻഫെക്റ്റഡ് കൊതുകാണെങ്കിൽ ഇത് ചുറ്റും ഉള്ള ആൾക്കാർക്ക് അസുഖം കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, കൂടുതൽ ആൾക്കാർക്ക്. ഈഡിസ് ആൽബോപിക്ടസ് യൂഷ്വലി കാണുന്നത് പുറത്തുള്ള സ്ഥലത്താണ്. അപ്പൊ അത് ഒറ്റ ബൈറ്റിൽ ആവശ്യമുള്ള ബ്ലഡ് എടുക്കും, അത്രയും കേസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ ഈ മഴക്കാലം വരുമ്പം വിട്ടുവിട്ട് പെയ്യുന്ന മഴകളിൽ നമുക്കറിയാം അലക്ഷ്യമായി എറിഞ്ഞിരിക്കുന്ന പല ആക്രി സാധനങ്ങള്, ചിരട്ട, മുട്ടത്തോട് ഇതുപോലുള്ള പലതിലും ഈ വെള്ളം കെട്ടിക്കിടക്കും. വളരെ ചെറിയ ക്വാണ്ടിറ്റി വെള്ളം മതി, അതിൻ്റെ അകത്ത് ഈ മൊസ്കിറ്റോ ബ്രീഡ് ചെയ്യും, മുട്ടയിടും. അത് ഏകദേശം ഒരു 8 തൊട്ട് 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പതുക്കെ ഹാച്ച് ഔട്ട് ചെയ്ത് മൊസ്കിറ്റോസ് ആവും. അപ്പം ഈ മൊസ്കിറ്റോ ഒരു അസുഖമുള്ള ഒരു വ്യക്തിയെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അസുഖം തുടങ്ങുന്നതിന് 1 ദിവസം മുന്നു മുതൽ 5 ദിവസം വരെ ഇയാൾക്ക് രോഗം പകർത്താൻ പറ്റും. അപ്പൊ ഈ വൈറസിനെ ഈ കൊതുക് എടുക്കുകയും ഏകദേശം ഒരു 8 മുതൽ 10 ദിവസം കഴിയും ഈ കൊതു മറ്റുള്ളവർക്ക് അസുഖം പകർത്താനായിട്ട് പ്രാപ്തമാവും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊതുക് ഒരിക്കൽ ഇൻഫെക്റ്റഡ് ആയ അതിന്റെ ജീവിതകാലം മുഴുവൻ അതിന് ഡെങ്കി പരത്താൻ പറ്റും. അതിന്റെ മുട്ടകളിൽ പോലും ഈ അണുക്കൾ കാണും എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സമയത്ത് കൊതുക് വളരാനുള്ള ആ ശുദ്ധജലം പലയിടത്തും ഇങ്ങനെ കെട്ടിക്കിടന്ന് കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ നല്ല ക്ലീനിങ് ക്യാമ്പയിൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ക്ലീനിങ് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. ഉറവിട നശീകരണം എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും, ഓഫീസുകളിൽ ശനിയാഴ്ചയും, വീടുകളിൽ ഞായറാഴ്ചയും എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ മിക്കയിടത്തും ഇപ്പൊ ക്യാമ്പയിനുകളും മറ്റും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൊതുക് സാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ഒരു പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അതായത് ഒന്നുകിൽ കൊതുക് കടിയേൽക്കാതിരിക്കാനുള്ള ഓയിൻമെന്റ്സ് പുരട്ടുക, ഇങ്ങനെ ഗുഡ് നൈറ്റ് പോലുള്ള നമുക്ക് കൊതുക് റിപ്പലൻസ്, മൊസ്കിറ്റോ റിപ്പലൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം പലപ്പോഴും ലോങ് ഇൻസെക്ടിസൈഡ് ഇംപ്രഗ്നേറ്റ് ചെയ്ത നെറ്റ്സ് കിട്ടും.
ആ നെറ്റ്സ് ഇപ്പൊ വെളിയിൽ പോയി ജോലി ചെയ്യുന്നവര് വെളിയിൽ കിടക്കേണ്ടി വരുമ്പോൾ ഇത്തരം നെറ്റിനകത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കടി കൊള്ളുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാം. പിന്നെ സാന്ദ്രത കൂടിയുള്ള സ്ഥലത്ത് ഇപ്പൊ ആരോഗ്യവകുപ്പ് വെക്ടർ കൺട്രോൾ യൂണിറ്റുമായിട്ട് ചേർന്ന് അവര് ഫോഗിങ്ങും മറ്റു ക്യാമ്പയിനുകളും എല്ലാം ചെയ്യുന്നുണ്ട് മുന്നൊരുക്കം. മെയിൻലി ഒരു കൊതുകുജന്യ രോഗമാണ്. അപ്പൊ അത് ഇതേ കൊതുകിന് തന്നെ ചിക്കൻ ഗുനിയ പരത്താൻ കഴിയും, നമുക്ക് അങ്ങനെ സിക്ക പരത്താൻ കഴിയും, അങ്ങനെ പല അസുഖങ്ങളും പരത്താൻ കഴിയുന്നുണ്ട്. ഏറ്റവും നമ്മളുടെ പകർച്ചവ്യാധി പ്രതിരോധ മുന്നൊരുക്കം അത് ചെയ്യേണ്ട കറക്റ്റ് സമയമാണിത്. ഓക്കെ മാം, ഇപ്പൊ നമ്മള് ഡെങ്കിയുടെ കുറിച്ചും അതുപോലെ തന്നെ ഈ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു. ഇനി എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇസ് ദെയർ എ വാക്സിൻ ഫോർ ഡെങ്കി വൈറസ്? നമ്മള് വാക്സിൻ പലയിടത്തും എന്ന് വെച്ചാൽ ഡെങ്കിപ്പനി എൻഡമിക് ആയിട്ടുള്ള രാജ്യങ്ങളിൽ, എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു വർഷം എല്ലാ സമയവും കേസുകൾ കാണും, അങ്ങനെയുള്ള കൂടുതലുള്ള രാജ്യങ്ങളിൽ പലയിടത്തും ഇപ്പൊ ട്രയൽ ആയിട്ടുണ്ട്. ശരിക്കും 4 വൈറസുകളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 1, 2, 3, 4. ഇതിൽ 2ആണ് ഏറ്റവും കുറച്ചുകൂടെ സിവിയർ ആയിട്ട് വരുന്നത്. 2ഉം 1 ചേർന്ന് ഒരുമിച്ച് ഇൻഫെക്ഷൻ വന്നാൽ, 2 വന്ന ഒരാൾക്ക് പിന്നെ 1 വന്നാൽ 500 ഫോൾഡ് ഡയറക്റ്റ് സാധ്യതയുണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ളത്. 2ഉം 3ഉം ആണെങ്കിൽ 180 ഫോൾഡും, മറ്റേത് 2ഉം 4ഉം ആണെങ്കിൽ 50 ഫോൾഡ് ഇരട്ടി സാധ്യതയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ എന്ന് പറയുന്നത്. അപ്പൊ വാക്സിൻ 4 വൈറസ് കൂടെ ചേർന്നുള്ള വാക്സിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് അത്തരം രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 3 ഡോസ് ആയിട്ട് എടുക്കും. അത് 6 മാസത്തെ ഗ്യാപ്പിൽ വിട്ടിട്ടാണ് ഈ 3 ഡോസ് എടുക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇവർക്ക് നേരത്തെ ഏതെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഡീറ്റെയിൽസും, ഇത് ഡെങ്കിയുടെ ഏതെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നമ്മളൊരു പ്രായപരിധി 9 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളിൽ എടുക്കാം എന്നുള്ളതാണ്. നമ്മള് പ്രതിരോധത്തിൽ തന്നെയാണ് നമ്മൾ ഊന്നുന്നത്. ശരിക്കും പ്രതിരോധം ഊർജിതപ്പെടുത്തി നല്ല രീതിയിൽ നമുക്ക് ഈ ഉറവിട നശീകരണവും മറ്റും ചെയ്യാൻ കഴിഞ്ഞാൽ ഈ അസുഖം വരുന്നത് തന്നെ പൂർണ്ണമായി നമുക്ക് തടയാൻ പറ്റും. കാരണം ഈ സമയത്ത് നമ്മുടെ വീടുകളിലെ സിന്റെക്സ് ടാങ്കുകളൊക്കെ പ്രോപ്പർലി കവേർഡ് ആണ്. കിണറിന് നല്ല വലയുണ്ട്, വെളിയിലെങ്ങും വേസ്റ്റ് കിടക്കുന്നില്ല. ഈ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് കൊതുക് പെരുകുകയില്ല. ഈ കൊതുക് ഇല്ലെങ്കിൽ ഈ അസുഖം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഓക്കെ മാം, ഇനി എന്റെ ഫൈനൽ ചോദ്യം, ഇറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ, ഐ വാണ്ട് എ മെസ്സേജ്. മാമിന് ഇന്നത്തെ ഈ ദിവസം, ഈ വേൾഡ് ഡെങ്കി ഡേയിൽ ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? മെയിൻലി ഉള്ളത്, നമ്മൾ ഓരോരുത്തരും സമൂഹത്തില് ഉത്തരവാദിത്വമുള്ള ഓരോ വ്യക്തികളാണ്. അപ്പം വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലൂടെ നാടിലൂടെ രാജ്യം, അങ്ങനെയാണല്ലോ പറയുന്നത്, രാജ്യത്തിലൂടെ ലോകം എന്നുള്ളത്. അപ്പൊ ഓരോരുത്തരും അവരുടെ വീടും പരിസരവും അവരുടെ തൊഴിൽ സ്ഥലവും നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക. ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിച്ചോളാം എന്നുള്ളത് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്താൽ മതി. അപ്പം നമ്മൾ ഈ ഉറവിടമില്ലെങ്കിൽ ഇതിന് വളരാനുള്ള സാഹചര്യമില്ല. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല പ്രതിരോധം. നമ്മൾ തീർക്കുന്ന പ്രതിരോധം തന്നെയാണ് ഈ അസുഖത്തിനെതിരെയുള്ള പ്രതിരോധം. ഓക്കെ, അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു ഫോർ ജോയിനിങ് us here on this show and here on Ashraya FM 90. ഓക്കെ, താങ്ക് യു. സോ മാം പറഞ്ഞതുപോലെ തന്നെ നമുക്കും ഒരു വലിയ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ട സമയം, ഇപ്പോഴാണ് ക്ലീനിങ് ക്യാമ്പയിൻ നടത്തേണ്ട സമയം. ഇത് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് RJ Jerry signing off from Loudspeaker. Keep on listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.